ഹായ് ഓൾ, വെൽക്കം ടു കമ്മ്യൂണിറ്റി ക്രാക്കർ. ദിസ് ഈസ് മീ അൽഫിൻ അബ്ദുൽ സലാം. അപ്പോൾ തമ്പിൽ കണ്ടതുപോലെ തന്നെ പുതിയതായിട്ട് നമ്മളുടെ കോമ്പറ്റിറ്റീവ് പരീക്ഷകളിൽ ചോദിച്ചു വരുന്ന കുറച്ചധികം വൊക്കാബുലറികൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് കോമ്പറ്റിറ്റീവ് പരീക്ഷകളിൽ, പ്രത്യേകിച്ച് ബാങ്ക് പരീക്ഷകളിൽ വൊക്കാബുലറി എന്ന് പറയുന്നത് നമ്മളെ റാങ്ക് നിർണ്ണയിക്കുന്ന ചോദ്യങ്ങളിലൊന്നാണ്. അങ്ങനെ റാങ്ക് നിർണ്ണയിക്കുന്ന ചോദ്യങ്ങളെ ഫോക്കസ് ചെയ്ത് പഠിച്ച് ഏറ്റവും ഉയർന്ന റാങ്കിൽ എത്തിച്ചേർന്നുകൊണ്ട് അവരുടെ ജോലി ഉറപ്പാക്കാനായിട്ട് സാധിച്ച കുറച്ചധികം പേരെയാണ് നിങ്ങൾ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നത്. ഈ ലിസ്റ്റിലേക്ക് നിങ്ങൾക്കും കൂടി എത്തുവാനായിട്ട് സാധിക്കുന്നതാണ് നമ്മളുടെ ബാച്ചിനോടൊപ്പം. സോ നിങ്ങളുടെ സ്വപ്നം എന്ന് പറയുന്നത് ബാങ്ക് പരീക്ഷകളാണ്, CSEB പരീക്ഷകളാണെങ്കിൽ നിങ്ങളുടെ ഗോ ടു പ്ലേസ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും കോമ്പറ്റിറ്റീവ് ക്രാക്കർ തന്നെയായിരിക്കും. സോ നമ്മുടെ ബാച്ചുമായിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഉറപ്പായിട്ടും നമ്മുടെ ബോർഡ് നമ്പർ ആയിട്ടുള്ള 8921440580 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം. ആൻഡ് ഓൾസോ കൂടുതൽ സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തിച്ചേരാൻ വേണ്ടി നമ്മുടെ ഫ്രീ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഫ്രീ ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ പിന്നാണ്. ഡോണ്ട് മിസ് ഓൺ ഇറ്റ്. നമുക്ക് ആദ്യത്തെ വേർഡിലേക്ക് നമുക്ക് പോകാം. ആഫ്റ്റർ റിസീവിംഗ് എ ഹൈലി ലുക്രേറ്റീവ് ജോബ് ഓഫർ ഫ്രം എ prestigious multinational firm, Sarah found herself torn between the guarantee of financial security and her desire for personal fulfillment. Her state of mind can be best described as resolution, complacency, ആംബിവാലൻസ്, ഇൻഡിഫറൻസ്. നോക്കിയേ, ഇവിടെ നമ്മൾക്ക് സാറ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് വളരെ വലിയ ഒരു ശമ്പളമുള്ളൊരു ജോലി ലഭിച്ചതിനെ പറ്റിയാണ് പറയുന്നത്. പക്ഷേ അവൾക്ക് പേഴ്സണൽ ഫ്രീഡം ചൂസ് ചെയ്യണോ, ഇത്രയും വലിയ കരിയർ ഓപ്പർച്യൂണിറ്റി ചൂസ് ചെയ്യണോ എന്ന് പറയുന്ന ഒരു ഡൗട്ടിലാണ് അവൾ നിൽക്കുന്നത്. ഈ ഒരു അവസ്ഥയെ നമ്മൾ എന്ത് വിളിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. നമ്മൾ കണ്ടുവരുന്ന ഒരു പുതിയ പാറ്റേൺ ഓഫ് വൊക്കാബുലറി ടെസ്റ്റിംഗ് ആണ് കണ്ടീഷണൽ വൊക്കാബുലറി ടെസ്റ്റിംഗ്. നമുക്കൊരു കണ്ടീഷൻ തന്നിട്ട്, ഒരു സിറ്റുവേഷൻ തന്നിട്ട് അതിനെ സംബന്ധിക്കുന്ന വാക്ക് കണ്ടുപിടിക്കാനായിട്ട്. ഇവിടുത്തെ ശരി ഉത്തരം എന്ന് പറഞ്ഞാൽ ആംബിവാലൻസ് ആണ്. ആംബിവാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾക്ക് ഒന്നിൽ കൂടുതൽ, അല്ലെ, ആംബിവേർട്ട് എന്ന് പറഞ്ഞാൽ ഇൻട്രോവേർട്ടും അല്ല എക്സ്ട്രോവേർട്ടും അല്ല, ഇതിനിടയ്ക്കുള്ള ഗ്രേ ഏരിയ. അതുപോലെ ഒരു രണ്ട് സിറ്റുവേഷൻസിൽ തമ്മിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നമുക്ക് ഒരു പേഴ്സണെ പറ്റിയോ സിറ്റുവേഷനെ പറ്റിയോ ഡിസിഷനെ പറ്റിയോ നമുക്കൊരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റാതെ വരുന്ന, നമുക്ക് തമ്മിൽ ചൂസ് ചെയ്യാൻ പറ്റാതെ വരുന്ന അവസ്ഥയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ആംബിവാലൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. The state-run media issued a combative and hostile warning to neighboring countries, escalating diplomatic tensions. Which vocabulary word best describes the tone of the media's statement? നമുക്ക് എന്താണ്, നമ്മളെ സ്റ്റേറ്റ് നടത്തിയിരിക്കുന്ന ഒരു മീഡിയ എന്ത് ചെയ്തു, ഒരു നെയ്ബറിങ് കൺട്രീസിന് കോമ്പാറ്റീവ് എന്ന് പറഞ്ഞാൽ യുദ്ധത്തെ ജനിപ്പിക്കുന്ന, ഹോസ്റ്റൈൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഭീതി ഉണർത്തുന്ന അല്ലെങ്കിൽ ഭീഷണി ഉണർത്തുന്ന രീതിയിലുള്ള എന്ത് വരുത്തി ഒരു വാണിംഗ് പുറത്തേക്ക് വിട്ടു. അത് എന്ത് ചെയ്യുന്നു, ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഓൾറെഡി എക്സിസ്റ്റിംഗ് പ്രോബ്ലംസിനെ, ടെൻഷൻസിനെ എസ്കലേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ബെനവലന്റ്, ബുക്കോളിക്, ബെലിഗറന്റ്, അലാക്രിറ്റസ് എന്ന് പറയുന്ന 4 ഓപ്ഷൻസ് ആണ് നമ്മളിലുള്ളത്. ഈ സിറ്റുവേഷനുമായിട്ട് കറക്റ്റ് മീനിങ് വരുന്ന ഏതാ മക്കളെ? ഇറ്റ് ഈസ് ബെലിഗറന്റ്. അല്ലെ, ബെലിഗറന്റ് മീൻസ് ഹോസ്റ്റൈൽ, അല്ലെങ്കിൽ എന്താണ്, എൻഡേഞ്ചറിങ്, അല്ലെ, അഗ്രസീവ്, ഈഗർ ടു ഫൈറ്റ് എന്നീ വാക്കുകളുടെ മീനിങ്ങിനോട് അർത്ഥം വരുന്ന വാക്കാണ് എന്തെന്ന് പറയുന്നത്, ബെലിഗറന്റ് എന്ന് പറയുന്നത്. വിച്ച് മീൻസ് ബെലിഗറന്റ് മീൻസ് വാട്ട്? ബെലിഗറന്റ് മീൻസ് ഹോസ്റ്റൈൽ, അഗ്രസീവ് ഓർ ഈഗർ ടു ഫൈറ്റ്. അല്ലേ, എന്താണ്, തല്ലുണ്ടാക്കുവാനായിട്ട്, ബഹളം ഉണ്ടാക്കുവാൻ വേണ്ടി, പ്രശ്നം ഉണ്ടാക്കുവാനായിട്ട് മുതിർന്നു നിൽക്കുന്നത് എന്നർത്ഥമാക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, ബെലിഗറന്റ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. To prevent competitors from learning about their highly sensitive financial algorithm, the development team conducted their testing in a secure hidden facility. എന്ന് പറഞ്ഞാൽ എന്താണ്, അവരുടെ കോമ്പറ്റീറ്റേഴ്സ് ഇവരുടെ സോഫ്റ്റ്വെയറിനെ പറ്റി അറിയാതിരിക്കുവാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ടെസ്റ്റിങ് ഇവർ വളരെ സീക്രട്ടീവായിട്ടാണ് നടത്തിയത്. അതിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്, ക്ലാൻഡസ്റ്റിൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ക്ലാൻഡസ്റ്റിൻ റെഫേഴ്സ് ടു സംതിങ് ഡൺ സീക്രറ്റീവ്ലി ഓർ കൺസീൽഡ് ഫ്രം അതേഴ്സ്. മറ്റുള്ളവരിൽ നിന്നും ഒളിച്ചു വെച്ചുകൊണ്ട് പഠിക്കുന്ന അല്ലെങ്കിൽ അതാണ് യൂസ് ചെയ്യുന്നതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, ക്ലാൻഡസ്റ്റിൻ എന്ന് വിളിക്കുന്നു. സോ ദിസ് ബീറ്റ ടെസ്റ്റിംഗ് വാസ് ഡൺ ഇൻ എ ക്ലാൻഡസ്റ്റിൻ മെത്തേഡ്. അല്ലേ, സെൻസിറ്റീവോ കോൺഫിഡൻഷ്യലോ ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ സീക്രട്ടീവ് ആയിട്ടുള്ള നേച്ചറിൽ ഡീൽ ചെയ്യുന്നതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, ക്ലാൻഡസ്റ്റിൻ എന്ന് നമ്മൾ വിളിക്കുന്നു. In response to the economic downturn, the company's board decided to restrict travel budgets and freeze hiring to limit outgoing expenses. എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കമ്പനിക്ക് എന്ത് സംഭവിച്ചു, ഒരു എക്കണോമിക് ഡൗൺ ടേൺ സംഭവിച്ചു, അല്ലെങ്കിൽ എന്താണ്, ഒരു എക്കണോമിക് ഫോൾ സംഭവിച്ചു. അങ്ങനെ വന്നപ്പോൾ അവരെന്ത് ചെയ്തു, അവർ ഹയറിങ് ഫ്രീസ് ചെയ്തു, പുതിയ ആളുകളെ ജോലിക്ക് എടുക്കാതെയായി. അങ്ങനെ ട്രാവൽ ബഡ്ജറ്റുകൾ അവർ വെട്ടിച്ചുരുക്കി. ഈ ബോർഡിൻ്റെ ഡിസിഷനെ നമുക്ക് എന്തായിട്ട് വിളിക്കാൻ പറ്റും, യുസേർപ്പ്
curtail, foment, supersede. It is curtail. Curtail means something to cut down, അല്ലേ? Means to reduce, cut short or limit something. ഇപ്പൊ കമ്പനി ഇവിടെ എന്ത് ചെയ്തു? എക്സ്പെൻഡിച്ചേഴ്സ് കർട്ടെയിൽ ചെയ്തു, റെഡ്യൂസ് ചെയ്തു, കട്ട് ഡൗൺ ചെയ്തു. യെസ്. Despite facing multiple rejections and severe financial constraints, the young researcher remained resolute and unyielding, refusing to give up on her groundbreaking physics project. എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസിനെ മുമ്പിൽ കണ്ടുകൊണ്ടും ഒരുപാടധികം റിജക്ഷൻസ് കണ്ടിട്ടും യങ് റിസർച്ചർ എന്ത് ചെയ്തു? റെസല്യൂട്ട് ആയിട്ടിരുന്നു. ഓക്കെ, ഞാൻ ഇത് നിന്നിട്ട് പോയില്ല എന്ന് ചുവട് ഉറപ്പിച്ച് തന്നെ നിന്നു. അങ്ങനെ അവളുടെ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഫിസിക്സ് പ്രോജക്റ്റിൽ പുള്ളിക്കാരി നിലനിന്നു. ഇങ്ങനെയുള്ളൊരു കഥാപാത്രമാണ് നമ്മളെ വ്യക്തി. ഇൻസിപ്പിഡ്, ടെനേഷ്യസ്, ട്രാക്റ്റബിൾ, അമോർഫസ്. ടെനേഷ്യസ് എന്നുള്ളതാണ് ഇവിടുത്തെ കറക്റ്റ് വാക്ക്. someone who is persistent, determined and unwilling to give up എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിറ്റർമൈൻഡ് ആണ്, പെർസിസ്റ്റന്റ് ആണ്, കണ്ടിന്യൂസ്ലി വർക്കിംഗ് ആണ്, അൺവില്ലിംഗ് ടു ഗിവ് അപ്പ്. ഗിവ് അപ്പ് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ലാത്ത ആളാണ്. ഇയാളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ടെനേഷ്യസ് എന്ന് നമ്മൾ വിളിക്കുന്നു. Before approving the multi-billion-dollar merger, the Antitrust Commission subjected every financial record to an exhaustive, detail-oriented review. എന്താണ്? Before approving the multi-billion-dollar merger. അപ്പോൾ multi-million-dollar merger എന്ത് ചെയ്യുന്നത്? അപ്രൂവ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ആന്റി ട്രസ്റ്റ് കമ്മീഷൻ എന്ത് ചെയ്തു? ഫിനാൻഷ്യൽ റെക്കോർഡിനെ ഡീറ്റെയിൽ ഓറിയന്റഡ് റിവ്യൂവിന് വേണ്ടി സബ്ജക്റ്റ് ആക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ കമ്മീഷൻ പുട്ട് ദ ഡോക്യുമെന്റ്സ് അണ്ടർ ഇന്റൻസ്, സ്ലാൻഡർ. അപ്പോൾ ഇങ്ങനെ ഈ എന്താണ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റിവ്യൂ ചെയ്യുന്ന മെത്തേഡിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? സ്ലാൻഡർ, അലാക്രിറ്റി, സ്ക്രൂട്ടിനി, ഡിഫറൻസ്. ആൻസർ ഈസ് സ്ക്രൂട്ടിനി. നമ്മൾ ക്രോസ് ചെക്ക് ചെയ്ത് എക്സ്ട്രാ ക്രോസ് ചെക്ക് ചെയ്യുന്നതിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? സ്ക്രൂട്ടിനി എന്നാണ് വിളിക്കുന്നത്. Even though the junior engineer strongly disagreed with the design layout, he kept a polite behavior and ultimately yielded to his supervisors decades of experience. എന്താണ്? ജൂനിയർ എഞ്ചിനീയർ എന്താണ്? ഡിസൈൻ ലേഔട്ടുമായിട്ട് വളരെയധികം ഡിസഗ്രിമെന്റിലായിരുന്നെങ്കിൽ പോലും പുള്ളി ഒരു പൊളൈറ്റ് ബിഹേവിയറും കീപ്പ് ചെയ്തു. പക്ഷേ അവസാനം പുള്ളിക്ക് എന്ത് കിട്ടി? ഈ അൾട്ടിമേറ്റ്ലി ഈൽഡഡ് ടു ഹിസ് സൂപ്പർവൈസേഴ്സ് ഡെക്കേഡ്സ് ഓഫ് എക്സ്പീരിയൻസ്. അങ്ങനെ എന്ത് സംഭവിച്ചു? പുള്ളിക്ക് അവസാനം പുള്ളിയുടെ ഡെക്കേഡ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉള്ള സുപ്പീരിയറിന്റെ ആവശ്യത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. മീൻസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ റെസ്പെക്ട്ഫുൾ ആയിട്ട് നമ്മൾക്ക് പുള്ളി എന്താണ് നമുക്ക് എന്താണ് ഡിസൈനുമായിട്ട് പുള്ളിക്ക് വലിയൊരു താല്പര്യമില്ല സീനിയറിന്റെ. പക്ഷേ അയാളോടുള്ള ബഹുമാനത്തിന് പുറത്ത് പുള്ളി എന്ത് ചെയ്തില്ല? അതിനെ റിജക്റ്റ് ചെയ്തില്ല. അങ്ങനെ നമ്മൾ റെസ്പെക്റ്റിന്റെ പുറത്ത് സബ്മിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിഫറൻസ് എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ സുപ്പീരിയേഴ്സിന് ആയിട്ടുള്ള ഐഡിയാസ് ആയിട്ട് നമുക്ക് ഒരുപാട് വ്യത്യാസം കാണും. ബട്ട് ഔട്ട് ഓഫ് റെസ്പെക്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ എതിർക്കുന്നില്ല, നമ്മൾ അതിൽ ഫോളോ ചെയ്തു പോകുന്നു. അതിനെ നമ്മൾ ഡെഫറൻസ് എന്ന് വിളിക്കുന്നത്. ദ മാനേജേഴ്സ് ഹാൻഡ്ലിംഗ് ഓഫ് ദ ഡെലിക്കേറ്റ് ക്ലയന്റ് കംപ്ലൈന്റ് വാസ് സോ ഷോക്കിംഗ്ലി ബാഡ് ആൻഡ് ഹൈലി ഒഫെൻസീവ് ദാറ്റ് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി ലെഡ് ടു എ ഫോർമൽ എസ്കലേഷൻ ഓഫ് ദ ഡിസ്പ്യൂട്ട്. അങ്ങനെ എന്ത് ചെയ്തു? ക്ലയന്റുമായിട്ടുണ്ടായിരുന്ന കംപ്ലൈൻറ്റ് ഡീൽ ചെയ്ത രീതി വ്യത്യാസമായതുകൊണ്ട് ഈ ഇഷ്യൂ പെട്ടെന്ന് ഇച്ചിരി പൊളൈറ്റ് അല്ലാത്തതുകൊണ്ട് ഇഷ്യൂ പെട്ടെന്ന് എസ്കലേറ്റ് ചെയ്തു പോയി. ഈ മാനേജറിന്റെ ബിഹേവിയറിനെ നമുക്ക് എന്ത് വിളിക്കാം? ബ്യൂക്കോളിക്, എഗ്രേഗിയസ്, പെലൂസിഡ്, ട്രാക്റ്റബിൾ. എങ്ങനെയാണ് മക്കളെ നമ്മൾ ഇതിനെ വിളിക്കുന്നത്? ഇറ്റ് ഈസ് എഗ്രേഗിയസ്. എന്താണ് എഗ്രേഗിയസ് എന്ന് പറഞ്ഞാൽ? സംതിങ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു അഗ്രസീവ്നെസ്, അല്ലേ? എക്സെപ്ഷണലി ബാഡ്, ഷോക്കിംഗ് ഓർ ഫ്ലേഗ്രന്റ് എന്ന അർത്ഥം വരുന്നതിനാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് egregious എന്ന് നമ്മൾ വിളിക്കുന്നത്. Okay, next question is this. When the CEO announced a sudden volunteer initiative for local charities, Elena stepped forward with great eagerness and brisk readiness to coordinate the effort. Elena responded with torpor, porbium, alacrity and indecision. അപ്പോൾ CEO ഒരു എന്താണ് സോഷ്യൽ വെൽഫെയർ പ്ലാറ്റ്ഫോം പറഞ്ഞപ്പോൾ എലന എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ത് ചെയ്തു? വോളണ്ടറിലി മുൻപിലേക്ക് വന്നു. ഇങ്ങനെയുള്ള ഒരു ബിഹേവിയറിനെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? അലാക്രിറ്റി എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ചിയർഫുൾ വില്ലിങ്നെസ്, വളരെ സന്തോഷത്തോടു കൂടിയുള്ള നമ്മളുടെ എന്താണ് താല്പര്യത്തിനെ കാണിക്കുന്ന അവസ്ഥയാണ് നമ്മൾ അലാക്രിറ്റി എന്ന് വിളിക്കുന്നത്. എന്തൂസിയാസം, പ്രോംപ്റ്റ്നെസ്, ഇതിനെല്ലാം നമ്മൾ സന്തോഷത്തോടെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നു? അലാക്രിറ്റി എന്ന് വിളിക്കുന്നു. ദ പ്രോജക്ട് മാനേജേഴ്സ് ഇനീഷ്യൽ പ്രൊപ്പോസൽ വാസ് എക്സ്ട്രീംലി വെയ്ഗ് ആൻഡ് ലാക്ഡ് എനി സ്ട്രക്ചർഡ് ടൈം ലൈൻ ഓർ ഡിഫൈൻഡ് മൈൽസ്റ്റോൺസ്, making it difficult for the team to execute. The proposal structure was pellucid, amorphous, acidus, robust. It is amorphous എന്ന് പറഞ്ഞാൽ എന്താണ്? പുള്ളി പ്രോജക്ട് മാനേജർ ഒരു പ്രോജക്റ്റ് വെച്ചു, പക്ഷെ അതിന് ക്ലിയർ ആയിട്ടുള്ള എന്താണ് ടൈം ലൈൻ ഇല്ല, ക്ലിയർ ആയിട്ടുള്ള മൈൽ സ്റ്റോണുകളില്ല. അപ്പോൾ ടീമിന് ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെയുള്ളൊരു പ്ലാനിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? അമോർഫസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്?
ക്ലിയർ ഫോമോ ക്ലിയർ ഓർഗനൈസേഷനോ ക്ലിയർ സ്ട്രക്ചറോ ഇല്ലാതെ വരുന്ന അവസ്ഥയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് അമോർഫസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, യെസ് മക്കളെ. അപ്പോൾ ഇതുപോലെയുള്ള വൊക്കാബുലറികൾ നമ്മൾ പുതുതായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പഠിക്കുന്നത്? ഒരു സിറ്റുവേഷനിലൂടെ പഠിക്കുമ്പോൾ ആ വാക്കിൻ്റെ അർത്ഥത്തിനെ നമ്മൾ ആപ്ലിക്കേഷൻ ലെവലിൽ പഠിക്കും. കാരണം നമുക്കിനിയും ചോദ്യങ്ങൾ വരാൻ പോകുന്നത് ആപ്ലിക്കേഷൻ ലെവലിലാണ്. അപ്പോൾ കൂടുതൽ വൊക്കാബുലറികൾ പഠിക്കുക. വൊക്കാബുലറികളിൽ നിന്ന് നമുക്ക് ഉറപ്പായിട്ടും ഒരു ചോദ്യം പോലും, ഒരു മാർക്ക് പോലും മിസ്സാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. അതിനുവേണ്ടി ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ടു ഗെറ്റ് മോർ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഓൺ യുവർ CSEB എക്സാംസ്. ആൻഡ് പറഞ്ഞതുപോലെ തന്നെ ഇതുപോലെ സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കുന്നവർക്കാണ് ഏറ്റവും മികച്ച റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിച്ചേരുവാനും അവരുടെ ജോലി കരസ്ഥമാക്കുവാനും സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ 3 മാസത്തെ CSEB ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ അറിയാമല്ലോ. 8921440580 എന്ന് പറയുന്ന നമ്മുടെ ബോർഡ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങൾ ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് എൻറോൾ ചെയ്യുക. നിങ്ങളുടെ CSEB സ്വപ്നങ്ങളുടെ ആദ്യത്തെ ചവിട്ടുപടി ഉറപ്പായിട്ടും കോമ്പറ്റിറ്റീവ് ക്രാക്കറിൻ്റെ റാങ്ക് മേക്കേഴ്സിനോടൊപ്പം തന്നെയായിരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ കൂടുതൽ CSEB കോണ്ടന്റുകൾക്ക് വേണ്ടി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇത് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുവാൻ വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക, സോ ദാറ്റ് യു ഡോണ്ട് മിസ് ഔട്ട് ഓൺ എനിത്തിങ്. ദിസ് ഈസ് മീ അൽഫിൻ അബ്ദുൽ സലാം സൈനിങ് ഓഫ് ഫോർ കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ടിൽ വി സീ and learn more about English for competitive exams. Thank you.